ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സിനിമയ്ക്ക് ഇനി ഒരു വെളിച്ചം കിട്ടുന്നു അല്ലെങ്കിൽ കാണുന്നു. അവിടെയാണ് മനുവിന്റെ വൈഫ് നൈന, നൈനയുടെ ഫാദർ, ഇവര് രണ്ടുപേരും എന്നോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സായ പേരുകൾ എനിക്ക് പെട്ടെന്ന് മറന്നുപോയി, സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ വർഗീസ്, ഇവരോടൊപ്പം ചേർന്നിട്ട് ഈ വരുന്ന ഏപ്രിൽ 18 ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കാൻ തീരുമാനിച്ചു. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചെന്ന ബാനർ ഞാൻ വീട്ടിൽ ഗുഡ് ഡേ മൂവീസ് ആണ്. അത് ചെറിയ കാര്യമല്ല. ബിക്കോസ് ഇന്ന് നമുക്കറിയാം തിയേറ്ററിലോട്ട് ഒരു സിനിമ എത്തിക്കുമ്പോൾ അതിന്റെ പിന്നിലുണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ ചെലവുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ഈ ഒരു മനുവിന്റെ ഡ്രീമിന് ഒപ്പം സഞ്ചരിക്കുന്ന എല്ലാ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു ചേട്ടനോട്. നാൻസി റാണിയുടെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ബാലകൃഷ്ണയാണ്. അതൊരു സിനിമാ മോഹിയായ നടിയാവാൻ വേണ്ടിയിട്ട് ഭയങ്കര മോഹമുള്ള ഒരു കഥാപാത്രത്തെയാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരി ആ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കുറെ സ്ട്രഗിൾസും അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ട ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന യാത്രയും എല്ലാമാണ് ആ സിനിമ മൊത്തത്തിൽ കാണിക്കുന്നത്. ചേട്ടാ, ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നല്ല. ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്ന സ്ട്രഗിൾ, സിനിമ മൂവിച്ച് അതിനുവേണ്ടി പോകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്ന ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് എഴുതുന്ന പ്ലോട്ടല്ല. എന്തുകൊണ്ടാണ് നാൻസി റാണി ശ്രമം അത് നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഇത് കമ്മിറ്റ് ചെയ്യാമെന്ന് തോന്നിക്കുന്നത് വ്യത്യസ്തമാവുന്ന എങ്ങനെയാണ്? എനിക്ക് എന്നോട് പറയുന്ന നാൻസി റാണി, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ അതില് പൂർണ്ണമായും അതിന്റെ തിരക്കഥയിൽ ഞാൻ മുഴുകിയിട്ട് ജഡ്ജ് ചെയ്യാനിരിക്കാറില്ല. എന്നെ സംബന്ധിച്ചോളം എന്റെ ക്യാരക്ടർ, സിനിമയുടെ ആകത്തുകയിലെ കഥ, അതാണ് ഞാൻ ഭാഗമാകുന്ന സിനിമകളുടെ ഭൂരിപക്ഷം എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം. നാൻസി റാണിയുടെ കഥ കേട്ടപ്പോൾ ഇപ്പൊ നൈന പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായ, മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ നാൻസിയാണ് അവസാനം പ്ലേ ചെയ്യുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു ട്രാവൽ ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയുന്നത്. ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട് ഇതിൽ. വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസേരകൾ തികയില്ല. അത്രയും 32-33 വെരി നമുക്കൊക്കെ എത്ര 36. അതായത് എനിക്ക് ഇടയ്ക്ക് ഷൂട്ട് മാറിയൊക്കെ ആയിരുന്നു. കോവിഡ് ടൈം ആണല്ലോ, അപ്പൊ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു ഷൂട്ട് ഓർമ്മയുണ്ട്. ഒരു ദിവസം ശ്രീനി സാറിനെ കാണുന്നു, ചില ദിവസം ലാൽ സാറിനെ കാണുന്നു, അർജുനെ കാണുന്നു, സണ്ണിയെ കാണുന്നു, അതെളുപ്പം ധ്രുവനെ കാണുന്നു. സോ നമുക്കിപ്പോ ഞാൻ ഈവൻ ഇവിടുന്ന് ഇവരൊക്കെ ഈ കൊണ്ടിരുന്ന കാര്യം ചെറിയ എളുപ്പമുള്ള കാര്യമില്ല. സോ അത് വലിയൊരു അച്ചീവ്മെന്റ്. ഒരു ബിഗിനിങ് ഡയറക്ടറെ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജക്റ്റിൽ എന്തോ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഒരു മെറിറ്റ്, രണ്ടാം സമയത്ത് ജോലി തന്നവർ, ഞങ്ങൾക്ക് ജോലി തന്നവർ, അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ പ്രൊഫഷണലിയും നമ്മളെ കണക്ട് ചെയ്ത കാര്യം. നാൻസിയുടെ ലൈഫിലെ ജേർണി, അതിലെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക്കലി എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് സിനിമ കാണുന്നുണ്ട്. ഈ പ്രേക്ഷകർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ദീർഘനാള ഒരു വ്യക്തിത്വം. നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശമായിട്ട് അവർക്ക് തോന്നുന്ന സിനിമ ചെയ്യുന്നു. ഒരു പിണക്കം, അതൊരു താൽക്കാലികമായ പിണക്കം. ആ പിണക്കത്തിന്റെ ഒരു റിയാക്ഷനാണ്. ചിലപ്പോൾ അത് റിവ്യൂ ആയിട്ട് വരാം, അല്ലെങ്കിൽ എഴുതി വോയിസ് നോട്ട്സിൽ മെസ്സേജ് ആയിട്ട് വരാം. നാളെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഇതേ വ്യക്തി വന്നാൽ ഇതേ പ്രേക്ഷകർ നല്ലത് പറയാറുണ്ട്. സോ അത് എന്നും ഒരു പെർമനന്റ് സ്റ്റേറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു ക്രിറ്റിസിസം രണ്ട് കൂട്ടരിൽ നിൽക്കുക. പ്രേക്ഷകരുണ്ടെങ്കിൽ സിനിമയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധം എല്ലാ സിനിമയിലും പ്രവർത്തിക്കുന്നു. സോഹൻ സാർ, ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം അല്ല, ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വാർത്തകളെ കുറിച്ച് ശ്രദ്ധിച്ചറിയാം. അപ്പം 10-15 വയസ്സുള്ള കുട്ടികൾ വരെ ലഹരിക്കടിമയായിട്ട് പല കൊലപാതകങ്ങൾ ചെയ്യുന്നു. കേട്ടാൽ അറയ്ക്കുന്നവരെ ടൈപ്പുള്ള ക്രൈമുകൾ നടക്കുകയാണ്. അതും 10-15 വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന. അപ്പം
ഇപ്പം മന്ത്രിമാർ വരെ പറയുന്നത് സിനിമ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സിനിമയിലെ വയലൻസ് കണ്ടന്റുകൾ കുട്ടികളിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരെ ക്രൈം ചെയ്യാനായിട്ട് കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഓൾറെഡി സിനിമയിൽ സെൻസർ നിയമങ്ങൾ കടുപ്പമാണ്, തൊട്ടതിനും പിടിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് വിടുകയാണ്. ഒരു കലാകാരന്റെ ആവിഷ്കാരം അവിടെ തന്നെ നിരസിക്കപ്പെടുകയാണ്. അപ്പൊ ഇനിയും കടുക്കണമെന്നാണോ പറയുന്നത്, അതോ സിനിമയല്ല വ്യക്തികളാണ് ഇതിനുള്ള കാരണമെന്നാണ്? ഇതിപ്പോ നാൻസി റാണിയായിട്ട് ക്ലബ് ചെയ്ത് പറയുകയാണെങ്കിൽ നാൻസി റാണി ഇതിലൊക്കെ നല്ല മെസ്സേജാണ് പറഞ്ഞത്. നാൻസി റാണി നമുക്ക് ഭയങ്കര മനസ്സിലാവും. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ വ്യക്തിപരമായി സെൻസർഷിപ്പിന് എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പ്രേക്ഷകരാണ് നേരത്തെ അജു പറഞ്ഞതുപോലെ യഥാർത്ഥ വിധികർത്താക്കൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളാണ്. ഏത് തരം സിനിമകൾ പറഞ്ഞാലും അതൊക്കെ തള്ളണോ കൊള്ളണോ ഒക്കെ അറിയാനുള്ള പ്രബുദ്ധരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് 1% പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. സിനിമ ബഹുഭൂരിപക്ഷം സിനിമകളും നന്മയുള്ള ഹീറോയുടെ കഥകളാണ്. അതൊന്നും ആൾക്കാരെടുക്കാത്തത്. ഏതെങ്കിലും ഒരു സിനിമ വയലൻസ് കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വയലൻസുകളെ അതുമായിട്ട് കണക്ട് ചെയ്യാണ്. അല്ലാതെ സിനിമ സ്വാധീനിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ഹീറോസ് ആവുണ്ടാക്കുക, നല്ല മനുഷ്യരാവുണ്ടാക്കുക. ഭയങ്കരമായ മയക്കുമരുന്നിന്റെ ഉപയോഗം. പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇപ്പൊ കുട്ടികള് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഒരു ഫ്രീഡത്തിന്റെ കൂടി ആവശ്യമാണ്. ഒരു ന്യൂക്ലിയർ ഫാമിലി അവർക്ക് ഫ്രീഡം ഇല്ല, പുറത്തൊരു ഫ്രീഡം ഉണ്ടാവും. അപ്പൊ അത്തരം ഡിപ്രഷൻ, അത്തരം പ്രശ്നങ്ങളിലൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് പിന്നെ അവരുടെ ചുറ്റിനും മലയാള സിനിമ മാത്രമല്ല വയലൻസ് നമ്മളെക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് സീരീസുകളും ഒരുപാട് വീഡിയോസും ഒക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അത് മലയാള സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിക്കും. അപ്പോൾ മാറിയ സാമൂഹ്യ അന്തരീക്ഷം, ലഹരിയുടെ അതിഭീകരമായ ഉപയോഗം, ഇതൊക്കെയാണ് പ്രധാന കാരണം. സിനിമ അതിഭീകര വയലൻസ് ആണെങ്കിൽ നമ്മൾ കാണില്ല. ഇപ്പൊ ഈ പറയപ്പെടുന്ന സിനിമ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഞങ്ങളുടെ ഒരു ജനറേഷനിലുള്ള പോലെ പോലും ഒരു വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറ്റം പറയേണ്ടതാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇപ്പൊ ഒന്നും കിട്ടാത്തതുകൊണ്ട് സിനിമക്കാരെ കുറ്റം പറയാം എന്നുള്ളത്. കാരണം ഒരു ഇങ്ങനത്തെ സിനിമയുടെ നെക്സ്റ്റ് ആർക്കുകളൊക്കെ അറിയാലോ. അപ്പൊ എല്ലാത്തിനും ആൻസർ സിനിമ അത്രയല്ലേ ഉള്ളൂ. എന്ത് സംഭവിച്ചാൽ മുഖ്യമന്ത്രി രാജിക്കണമെന്നോ പ്രമോഷൻ സമയത്ത് അഭിനേതാക്കൾ പലപ്പോഴും സഹകരിക്കുന്നില്ല. ഇത് ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ആക്ടേഴ്സിന് പ്രതിഫലം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡ് വെച്ച് അല്ലെങ്കിൽ ഒരു 30% ആദ്യമേ, പിന്നെ ഒരു ഭീമശേട്ടന്റെ കാര്യവും ഈ കാര്യം രണ്ട് കാര്യങ്ങൾ ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്നതാണെന്ന് പറയാം. അല്ലാതെ ഇത് ഒരുപാട് ഉണ്ട്. ഇന്നലെ വേറൊരു പ്രൊഡ്യൂസർ ഒരു പ്രമുഖ നടിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു. ഷൈൻ ടോമിന്റെ മറ്റൊരു ചിത്രത്തിൽ മറ്റൊരു നടി ഇതേപോലെ ചെയ്തിട്ടില്ലായിരുന്നു. പേര് പറയുന്നില്ല, എന്താ പറയാ, നിങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് വെച്ചാൽ ഇത് ഫീൽഡിൽ വരുമ്പോൾ ചോദ്യമില്ല. ഇവിടെ ഇരിക്കുന്ന വെറുതെ അല്ല, ഇതിനു മുമ്പ് പല ഇൻസിഡന്റ് ഷൈൻ ടോമിന്റെ ചിത്രത്തിൽ ഒരു നായിക ഇതേപോലെ ചെയ്തിരുന്നു, ഫാൽപാസിന്റെ ചിത്രത്തിൽ ഇതേപോലെ സംഭവിച്ചിരുന്നു. ഇതിപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രൊമോഷന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പൊ മേന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം രണ്ട് കൂട്ടർ. അത് ഒരു മുറി ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ. ഒരിക്കലും നമ്മൾക്ക് ഇഷ്യൂ വരുമ്പോൾ ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളാണ്. നെവർ ടു ദ മീഡിയ. അല്ല, നിങ്ങൾ മിററാണ്, നിങ്ങളെ ആവശ്യമാണ്. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം നിങ്ങളുടെ സഹായം. ഞാൻ അതന്നെ ചെയ്യും. ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും. എന്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളിലെ പോയി കാണും. ഞാൻ മീഡിയ ഒന്നും പറയാറ്. അതിനെ ഇത്രയും കാലമായിട്ട് എന്റെ അറിവിലില്ല. ഞാൻ ഇത്രയും കാലം ഇത് പറഞ്ഞു എന്തൊക്കെ പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ അത് മുഴച്ചത്
ഏത് സിനിമയുടെ. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ കാരണം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഡാൻസറാണ്. ഇപ്പം ചേച്ചിക്കും സോനചേട്ടനും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവൻ മനുവിന് വേണ്ടി സിനിമ ഞങ്ങൾക്ക് തിയേറ്ററിലാണ്. ഇപ്പം ലാലേട്ടൻ്റെ ഇത് ഇറക്കുന്നു, അദ്ദേഹത്തിന്റെ ഇന്ത്യ മനസ്സിലാക്കി. അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ വന്നതാണ്. സിനിമ എന്തായിക്കോട്ടെ, ഇപ്പം നന്നായിരിക്കാം മോശമായിരിക്കാം. ചേട്ടൻ പറഞ്ഞാൽ ഇത്രയും നാളും ഇറങ്ങാതിരുന്നൊരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷൻ നേടിയ ഒരു മാസമാണ് കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര പ്രസക്തി നന്നായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവായ ഒരാളാണ് അഹാന. അപ്പൊ ഈ അഹാനക്ക് ഇപ്പൊ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നുമില്ല. അടി കഴിഞ്ഞിട്ട് കുറെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും സിനിമയുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഓക്കെ ആയിരിക്കാം. ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ളത് ചിന്തിക്കുമ്പോഴും ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മളിവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ് മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാണ്. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവര് തന്നെ ഇന്റർവ്യൂവിൽ അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരെ ഇരട്ടത്താപ്പിൽ ഇങ്ങനെയാണ് അജിച്ചേട്ടൻ നോക്കിയാണ്. ഇവിടുത്തെ ആക്ച്വൽ റീസൺ എന്താണ് മനു അഹാന എന്നുള്ളത് ഇനിയും നമുക്ക് സത്യം അറിയാൻ ഒരു വഴി. കാര്യം ഒരാളില്ല അല്ലെ, എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കും. ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് പുറകോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ആഹാനക്ക് പറയാം, ആഹാന പറയുന്നതിന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും തീർച്ചയായിട്ടും. കാര്യം മനുവില്ല അതാ പറയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തോട് പോയിട്ട് കാര്യമില്ല. ഡെഫിനറ്റ് ഉത്തരവില്ല. എനിക്ക് പേഴ്സണലി മനുവായിട്ടുള്ള ഫൺ മൊമെന്റ്സ് ഉണ്ട്, മനസ്സിലായി. ഞാൻ കണ്ടുകൊണ്ടുള്ള കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ. അതെനിക്കിപ്പോ മാധ്യമത്തിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, മനസ്സിലായി. അപ്പൊ അത് പറഞ്ഞു. ആ ഒരു ബന്ധമുണ്ട്, ആ ബന്ധമാണ് സിനിമ സെക്കൻഡ്, ബന്ധമാണ് പ്രൈമറി. ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴി. എന്റെ അവസാനത്ത് ഇപ്പൊ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ്. അപ്പൊ എനിക്ക് പ്രൈമറിലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ എൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് ഇതുകൊണ്ട് ചിരിച്ചതാണ്. കോവിഡ് സമയത്ത് അയാൾ എനിക്ക് EMI അടയ്ക്കാൻ സഹായിച്ച ആളാണ്. ചേട്ടാ ഈ അടുത്ത് അമീർ ഖാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. 20 വർഷമായിട്ട് പ്രതിഫലം വാങ്ങാതെയാണ് അമീർ ഖാൻ അഭിനയിക്കുന്നത്. ഒരു സിനിമ ഹിറ്റ് ആയാൽ ആ ഹിറ്റ് ആയതിൽ നിന്ന് പ്രോഫിറ്റോ അതോ അദ്ദേഹത്തിന്റെ സാലറിയോ മേടിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ട താരെ സമയം പോലുള്ള സിനിമകളൊക്കെ ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതാണ്ട് ഇതേ നിലപാട് മലയാള സിനിമയിൽ ചില പ്രമുഖർ എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ പ്രതിസന്ധി മാറുന്നു. ഇവിടെ ചെയ്യുന്നവരുണ്ട്, മമ്മൂക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളായ താരങ്ങളുണ്ട്, അപ്പം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട് ഫീനിക്സ്, ഓടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് അപ്പൊ ആസ് എ പ്രൊഡ്യൂസർ അമീർ ഖാൻ നിലപാടിനെ ഇങ്ങനെ നോക്കിക്കാണുന്നു. നല്ല കാര്യമാണ്, കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പ്രൊഡ്യൂസേഴ്സും ഇത് മീഡിയയിൽ നിന്ന് ഇത് സംസാരിക്കുന്നതിനോട് പൊതുവെ എന്റെ സ്റ്റേറ്റ് ഓൺ കഴിഞ്ഞ ദിവസം ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അമീർ ഖാൻ ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ട് അദ്ദേഹമല്ല. ഇതിനു മുമ്പേ ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ അത് സംഭവിക്കാറുണ്ട്. കാര്യം നമുക്ക് പ്രൊഡക്റ്റ് ആണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിന് വേണ്ടി സർവീസ് വന്നിട്ട് ആ പ്രൊഡക്റ്റ് സെല്ലായി കഴിയുമ്പോൾ അതിന്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ റേഷ്യോ വെച്ച് ഷെയർ ചെയ്യാറില്ല. അത് ആദ്യമായിട്ടാണ്. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് മുന്നോട്ട് നിർബന്ധിച്ച് വെക്കാവുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. നമുക്ക് ഒരാളോട് നിർബന്ധമായിട്ട് നിങ്ങൾ അതിനോട് ഒരിക്കലും കൂടെ താല്പര്യമാണെങ്കിൽ അല്ലേ വേണം. അജിച്ചേട്ടൻ ഒരു പടം ഡയറക്ട് ചെയ്തൂടെ? ഒരു സംവിധായകനെ മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ട്, എന്തുകൊണ്ട് ഒരു പടം ഡയറക്ട് ചെയ്തുകൂടാ ഫ്യൂച്ചറിലായാലും? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. എന്റെ ഒരു ക്യാരക്ടറിന് മാച്ച് ആവുന്ന ജോലി ചെയ്തത്. ഞാൻ അത്രയും ഒരു ജോലി ചെയ്യാൻ
താല്പര്യപ്പെടുന്ന ആളാണ്. ഒരു ഡയറക്ടറിന്റെ ജോലിയിൽ 10-21 ഡിപ്പാർട്ട്മെന്റ്സ് വരും. ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ നിശ്ചിത ബഡ്ജറ്റിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷറുള്ള ഒരു കാര്യമാണ്. എന്നെ കൊണ്ട് ചിലപ്പോൾ അതിനുള്ളൊരു താല്പര്യമില്ല. എന്നാൽ എനിക്ക് എവിടെയോ ജയിക്കത്തിൽ ഞാൻ അസിസ്റ്റ് ചെയ്ത് ഞാൻ ആസ്വദിക്കില്ല എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാത്തൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ചേട്ടാ, നീരജുമായിട്ടുള്ള കോംബോ മലയാളികൾക്ക് എന്ന ഫേവറേറ്റ് ആയിട്ടുള്ള താങ്കളുടെ. അപ്പം ലവാകുശ പ്രേക്ഷകർ അത്രയും നേരം സോഷ്യൽ മീഡിയ നല്ല സ്വീകരിച്ചൊരു പടമായിരുന്നു. ലവാകുശ പ്രേക്ഷകർ സ്വീകരിച്ചൊരു പടമായിരുന്നു സോഷ്യൽ മീഡിയയിലായാലും. അപ്പം അതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തായിരുന്നു. ഈ വർഷം ഉണ്ടാവും. ലവാകുശയെ കുറിച്ച് പറയുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് ഒരൊറ്റ ഫോൺ കോളിൽ മലയാളത്തിൽ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സിന്റെ ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൺട്രോളറായിട്ട് അല്ലേ, വളരെ സീനിയർ ആയിട്ട് ഒരു വ്യക്തിയാണ്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാനുള്ള ഒറ്റ എളുപ്പത്തിൽ പ്രൊഡക്ടറായിരുന്നു എന്റെ ലൈഫിൽ. അതായിരുന്നു ലവാകുശ. അതുകൊണ്ട് തന്നെ വളരെ ഫേവറേറ്റ് ആണ് എനിക്ക്. നീരജ് അല്ലാതെ പല റീസൺ അതുകൊണ്ട് എനിക്ക് കുറച്ചും ചേച്ചിയുടെ ചേട്ടൻ്റെ ഫാമിലി ചേച്ചിയാണെങ്കിലും മോള് പുണ്യം അവരൊക്കെ നമുക്ക് ഭയങ്കര ഇത്രയും വർഷം പറയുകയാണെങ്കിൽ അത്രയും അദ്ദേഹം വസിച്ച് അവരോടുകൂടെയാണ് നമുക്ക് ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹം നീരജിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നീരജിനോട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. ചിലപ്പോൾ സാധ്യത കാര്യം അവൻ അതിനെ കുറിച്ച് സീരിയസ് ആയിട്ട്. നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യയിൽ നിന്ന് ഈ സിനിമയുടെ നിർമ്മാതാവിലേക്കുള്ള ആ ഒരു ദൂരവും അതോടൊപ്പം ആ ഒരു പ്രോസസ്സും എത്ര കഠിനമായിരുന്നു? നല്ല കഠിനമായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടു എനിക്ക് ഫിലിം പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ഞാനോ ഫാമിലിയോ ആരും ലിങ്ക് അല്ല. ആദ്യം മനുവിന്റെ താല്പര്യം, മനുവിന്റെ ഇഷ്ടം, മൂവി ആ ഒരു രീതിയിലായിരുന്നു അതിലേക്ക് കണക്ട് ആയത്. അപ്പൊ മനു മൂവി ഡയറക്ട് ചെയ്യുന്ന ടൈമില് ഞാൻ ചേട്ടനോട് ആരോട് ചോദിച്ചാൽ മതി, ഞാൻ ആ സെറ്റിലൊന്നും ഉണ്ടായിരുന്ന ഒരാളാണ്. അത് മനുവിന് മരണ ശേഷമാണ് ഞാൻ ആക്ച്വലി അതിലേക്ക് ജോയിൻ ചെയ്തത്. എനിക്കൊന്നും അറിയുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ എല്ലാം അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നും ആവശ്യമുള്ളൂ പഠിച്ചും ചോദിച്ചുമൊക്കെ അത് ചെയ്യാന്ന് പറഞ്ഞത്. ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് അതിലേക്ക് വരുമ്പോ അതും ആ ഒരു ഷോക്ക് അതിനൊപ്പം ഞാൻ ചെന്നതാണ്. എനിക്ക് ഭയങ്കര ടഫായിരുന്നു. കുറച്ചു മുമ്പ് അത് ചോദിച്ചു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ വിജയിക്കുമോ എന്ന്. വിജയിക്കുമോ അല്ലെങ്കിൽ നഷ്ടമാകുമോ? എന്നെ സംബന്ധിച്ചിട്ട് മരിച്ചു തന്നെ ഭർത്താവാണ്. ഈ മൂവിക്ക് ഡയറക്ടർ ആയിട്ടുണ്ട്, പേഴ്സണലി നോക്കി എന്റെ ഭർത്താവാണ്. എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ഹസ്ബൻഡ് ഡ്രീമാണ്. അതാണ് എനിക്ക് അദ്ദേഹത്തിന് ആ മൂവി പുറത്തേക്ക് വരണം എന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നത്, ഇപ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ യാത്ര ഒട്ടും സിമ്പിൾ അല്ലായിരിക്കും എന്ന് എനിക്ക് മുഖ്യമ മനസ്സിലാക്കും. കാരണം ആ ഒരു സങ്കടവും വിഷമവും അവിടെ കിടക്കുന്നു. അതിന്റെ ഒപ്പം ഈ മൂവിയുടെ ടെൻഷനും ഇതും എല്ലാം ഇപ്പുറത്ത് കിടക്കുന്നത് എല്ലാം ബാലൻസ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു. പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. അല്ല, അങ്ങനല്ല. ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കൊച്ചു ചിത്രമായിരുന്നു. ചേട്ടൻ, ശ്രീനിവാസൻ സാറ്, 2-3 കഥാപാത്രങ്ങൾ മാത്രം. അങ്ങനെ ഇവിടെ പോയി കോവിഡ് വന്നു. ആ ഒരു ക്രൈസിസിൽ നിന്ന് മീനുണ്ടായിരുന്ന കുറച്ച് പേര് ഫണ്ട് ചെയ്തൊരു ബാക്ക് ഓഫ് ചെയ്തു. ആ ടൈമില് കോവിഡ് ആയതുകൊണ്ട് ഫിലിം ഭയങ്കര പ്രതിസന്ധി ആയിരുന്നു. അങ്ങനെ സാറ് തീരുമാനിച്ചു നാൻസി റാണി അങ്ങനെ ഒതുങ്ങി പോകരുത്. സാർ ഇരുന്ന് എഴുത്താണ് സാറിന്റെ ഏറ്റവും വലിയ എനിക്ക് അറിയാം. ഈ നാൻസി റാണി ഒക്കെ സാറിൽ വളരെ കൊച്ചു ചിത്രം, ഒരുപാട് വലിയ വലിയ കഥകളും അടിപൊളി ഒരു മനുഷ്യനാണ്. എനിക്കത് ഭയങ്കര നഷ്ടമാണ്. അപ്പൊ സാറ് ആ ഒരു കോവിഡ് ടൈമിൽ ഇരുന്ന് എഴുതി വലുതായി. അതാണ് ഇത്രയും 36+ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ശരിക്കും എഡിറ്റിംഗ് കട്ട് ചെയ്ത് കുറെ പേരെ മാറ്റുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ നല്ല നല്ല സീൻസുകളുണ്ടായിരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വന്നപ്പോൾ സാറ് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി. പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്തത് ഞാനാണ്. അങ്ങനെ ഇന്നീ കാണുന്ന നാൻസി റാണി ഇത് April 18 ഇറങ്ങും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു സിനിമയായിരിക്കും. അത് ഇത്ര വർഷം ഡിലേ ആയതുകൊണ്ട് അത് തീരെ ഒരു മോശമായിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലതിനെ പ്രതീക്ഷിക്കും. എത്രത്തോളം നമുക്ക് ആരാധകർ ഈ
തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. നമുക്ക് ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ്? തീർച്ചയായിട്ടും സിനിമ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നല്ല സിനിമകളെ നമുക്ക് ഫാൻസ് എപ്പോഴും നെഞ്ചോട് ചേർത്തുകൊണ്ട് അതേ രീതിയിൽ തന്നെ ഇതൊരു നല്ല മികച്ച സിനിമയായിട്ട് പ്രൊഡ്യൂസർ എന്ന് പറയുന്നു. ഇതിൽ അഭിനയിച്ചവരാണെങ്കിൽ എന്ന് പറയുന്നു. എന്നാണ് ഇത് ജനങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഫാൻസ് എന്തായാലും ഏറ്റെടുക്കുന്ന ഒരു മൂവിയായിട്ട് തന്നെ പറയാം. ഇതിന്റെ മുമ്പ് 2023 സെപ്റ്റംബറിൽ സോങ് ഇറങ്ങിയിരുന്നു. അതും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും ഏറ്റെടുത്ത സോങ് തന്നെയാണ്. ഇത് സിനിമയും അതേപോലെ തന്നെയാണ്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ റിയലിസ്റ്റിക് അഭിനയമാണ് കാഴ്ചവെച്ചത്. ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ ഈ നാൻസി റാണിയും ദേവിയെത്തുന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആ വേഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഒരു റിയലിസ്റ്റിക് ആക്ടിങ് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ആക്ഷൻ ഹീറോ ബിജുവില് അങ്ങനെ സംഭവിച്ചു പോയി. അതങ്ങനെ സംഭവിച്ചു. എനിക്കറിയില്ല. അത് ആൾക്കാര് നല്ലതാണ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ലതാണ്. ഇതില് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഈ സിനിമയിൽ എല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് മനു എന്നൊരു വ്യക്തി, മനു നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അരക്കാട്ടിലും കൂടുതൽ ഞാൻ എങ്ങനെ അഭിനയിക്കുന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ക്ലാപ്പ്, ഈ പറയുന്ന ഒരു സീൻ കഴിയുമ്പോൾ കിട്ടുന്ന ക്ലാപ്പ് എനിക്ക് തോന്നില്ല ഒരു സിനിമയിലും ഇതുവരെ ഞാൻ അഭിനയിച്ചത് അഭിനയിച്ചിട്ടുണ്ട്. അത് ട്രൂ ആണ് ക്ലാപ്പ് ചെയ്യുന്നത്. അപ്പം എന്തോ ഒരു വിശ്വാസം മനുവിന് അത് ഇഷ്ടമായിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റും. കാര്യം നിങ്ങളെങ്ങനെ റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഞാനത് മോശമായിട്ടാണോ ചെയ്തതൊക്കെ നിങ്ങൾ വേണം വിലയിരുത്താൻ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാര്യം നിങ്ങളുടെ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുകയായിരുന്നു. ഞാനും അന്തമായിട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം സോങ്ങൻ അർജുന ഞാൻ നോക്കുമ്പോ ഒരുപാട് സണ്ണി, അങ്ങനെ ഇത്രയും ആൾക്കാര് വന്നു പോയ ഒരു സിനിമ. ലെന ഉണ്ട്, മാലാപാർവതി, അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. സോ എന്നെ സംബന്ധിച്ച് അത് ഞാൻ എന്തോ കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്കത് സന്തോഷമാണ്. അത് എങ്ങനെയാവും മാഡം, മലയാള സിനിമയിലെ ലേഡീസ് പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവ്. ഒരു പ്രൊഡ്യൂസറായി നിൽക്കുന്ന ചെറിയൊരു കാര്യമല്ല. ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മാഡത്തിന് അറിയാം. അപ്പം ഒരു പ്രൊഡ്യൂസർ കൂടെ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ശരിക്കും സർവൈവ് ചെയ്യാൻ എങ്ങനെയാണ്? പാടാണോ ഒരു പ്രൊഡ്യൂസറായിട്ട്? ഞാൻ ഒരു സിനിമ അജിത്തിന്റെ കൂടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ അത് ഇവിടെ പറഞ്ഞതുപോലെ അതൊരു ട്രാജഡി ആയിരുന്നു ആ സിനിമ. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല, എന്റെ കയ്യിൽ കാശില്ലായിരുന്നു. സോ സർവൈവറിന്റെ കാര്യം ഐ എം നോട്ട് എ പ്രൊഡ്യൂസർ, എന്റെ പൈസ ഇല്ല ചെയ്യാൻ. അപ്പം അത് ചെയ്തിട്ടുള്ളതൊക്കെ എന്നെ കുറിച്ച് അറിയാവുന്നു. ഞാൻ ഒരുപാട് സഫർ ചെയ്തതാണ് പ്രൊഡ്യൂസർ ആയപ്പോൾ. അത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ വിചാരിച്ചത്രയും നമുക്ക് കാശ് ലഭിച്ച് കിട്ടിയില്ല. ഒരുപാട് കാശ് കയ്യിൽ നിന്ന് പോയി, ആള് പോയി. സോ അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാനും അത് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഇതുപോലെ ഒരു സിനിമ ഫുള്ളായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒറ്റ സിനിമയാണ്. അതല്ലാതെ ഞാൻ എന്റെ ക്യാരക്ടർ പറയും, ഞാൻ പോയി ചെയ്യും. അതിൽ കൂടുതൽ പറഞ്ഞ ഒന്നും എനിക്കറിയില്ല സിനിമയെ കുറിച്ച്. എന്ന മൂവിയുടെ പ്രസ് മീറ്റ് നടന്നിരുന്നു. ആ പ്രസ് മീറ്റ് സമയത്ത് ഒരു ചേച്ചി ധ്യാൻ ശ്രീനിവാസനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ സുപ്പി ഗെയിമിംഗ് ആപ്പ് പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യത്തില് എന്തിനാണ് അഭിനയിക്കുന്നത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അതിന് ധ്യാൻ ചേട്ടൻ കൊടുത്ത മറുപടി വളരെ തഗ്ഗായിട്ടുള്ള രീതിയിൽ എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നാണ്. അപ്പൊ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ? ശരിക്കും പറഞ്ഞാല് എങ്ങനെ അത് പറയാൻ സാധിക്കും? ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ഈ ഇതേപോലത്തെ ഉള്ള ഗെയിംസ് എൻഡോസ് ചെയ്തിട്ട് ഒരിക്കൽ നല്ല ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളാണ്. പോകട്ടെ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് പക്ഷെ അന്ന് ഞാനത് ആ മാസം തന്നെ വിഡ്രോ ചെയ്ത് അഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു. ഞാൻ പറഞ്ഞത് 100% അയാളുടെ ജെന്യുവിൻ അഭിപ്രായമാണെന്ന്. ഞാൻ അയാളോട് ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും
പാർട്ട്ണർ പ്രൊഡക്ഷൻ ഹൗസ് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശക്ക് കൈയടി, ഇപ്പോഴത്തെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള വിശ്വാസത്തിൽ പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല ഇന്ന്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നത് കൊണ്ടാണ്. ഈ കൈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ തമാശ പറയും അല്ലേ? അതപ്പോ പറയണം, അതിന് വ്യക്തമായ ഉത്തരവാണ് വേണ്ടിയില്ലെങ്കിൽ ഒരിക്കലും അവിടെ വെച്ച് ഒരു അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രൊമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യത്തെ മറ്റേ ടോപ്പിക്കോടെ. പക്ഷെ എന്റെ പേഴ്സൺ ടേക്ക് ഇതാണ് എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ബീങ് ആൻ ആക്ടർ പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാനും ആ ഗെയിം കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസ് കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. മനസ്സിലായി? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ ഇല്ലാതാകും. മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഗെയിമിങ് ഇങ്ങനത്തെ ഓഫേഴ്സ് പരസ്യങ്ങളൊന്നും വന്നാൽ നമുക്ക് തോന്നില്ല. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പറ്റില്ല, നമുക്ക് തോന്നും. പക്ഷെ അതിന് ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, വേറെ വഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ സോഹൻ സീനുകൾ ചേട്ടൻ പറഞ്ഞു. പക്ഷെ അതിന് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനോട് എനിക്കൊരു ഞാൻ തിരിച്ചു ചോദിച്ചോളൂ, ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്തുകൊണ്ട് വ്യക്തികളോട് ചോദിച്ചില്ലെന്നില്ല, കേസുകൾ ചെല്ലുന്നില്ല. അപ്പൊ എന്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ഇച്ചിരി സന്തോഷിക്കുന്ന കാര്യം വിരാട് കോഹ്ലിയും തമന്നയും ഞാനും ആ കേസിന്റെ പ്രതികൾ. അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം. വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. പറയാൻ എവിടെയും കണ്ട നമ്മളൊരു കേസിന്റെ പ്രതികളായിരുന്നു. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാ പ്രിവിലേജ് അല്ലെ? ധ്യാൻ ശ്രീനിവാസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ്. ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡ് മാറ്റം അല്ല. സിഗരറ്റ് ഇവിടെ വിൽക്കാം, മദ്യം ഇവിടെ വിൽക്കാം, അത് മരിച്ചുമ്പോൾ നമുക്കറിയാം, ചെയ്താൽ ശരീരത്തിന് നല്ലതാണ്, അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം. അത് ചെയ്യുന്നത് തെറ്റ്. അതെന്താ ഭയങ്കര നേർരേഖ. എനിക്കൊന്ന് സോഹൻ ചേട്ടൻ ഷാറുഖ് ഖാനെയോ വിരാട് കോഹ്ലിയോ നമുക്ക് ഇതുപോലെ ചോദ്യം ചെയ്യാൻ കിട്ടാറില്ല എന്നൊന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മമ്മൂക്കൊക്കെ അതെ അതെ മാത്രമല്ല എനിക്ക് ഡൗട്ട് അതുകൊണ്ട് മാത്രമല്ല അവർക്കൊക്കെ അവരുടെ PR ടീമും അഡ്വക്കേറ്റ്സും ഏജൻസീസും ഇതിന്റെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ കൂടി തോന്നി. അപ്പോഴാണ് താങ്കൾ സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്. യെസ്, അതൊരാളുടെ പേഴ്സണൽ അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് തെറ്റും കറക്റ്റ്. ഞാനും അങ്ങനെ ഒരിക്കൽ ചെയ്തു. ആ തെറ്റാണ് ചൂണ്ടിക്കാണിച്ച സമയത്ത് കറക്റ്റ്. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും അല്ലെങ്കിൽ മനുഷ്യരല്ല. അതുകൊണ്ട് നമ്മള് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യം. അന്ന് അയാൾക്കൊരു അറിവ് പറ്റി ഉത്തരം പറഞ്ഞു. അടുത്ത നമ്മളെ ചിന്തിച്ചതാണ്. എനിക്കൊരു കറക്ഷൻ വേണം. ഇത് എനിക്ക് എന്റെ വേർഷനാണ് കേട്ടോ. അതാ പ്രശ്നം. പുള്ളിക്ക് ഇത് തെറ്റാണെന്ന് തോന്നിയോ എനിക്കറിയില്ല. ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ചേട്ടൻ പറഞ്ഞ സിനിമകള് കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. പക്ഷെ നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടതാണ്. എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകര് ഈ സിനിമ കണ്ടതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത്
ഇത്തരം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ എല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി, അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചു നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമ ഇവിടെ ഫ്ലോപ്പായ നാടാണ്. സ്റ്റോപ്പ് വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടർ. പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ആവുന്നത്. അന്ന് നന്മയുള്ള സിനിമകൾ ഓടിയിരുന്നു. ഇപ്പൊ ജനപ്രിയൻ, വിനോദയാത്ര, സത്യനന്ദിക്കാടുന്ന സിനിമകൾ. ഇന്ന് അതേ ആളുകളുടെ നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല, മറിച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമാക്കാരെ? അല്ല, അതിനോട് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല. ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയല്ല, അത് നന്മയുള്ള സിനിമയാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ്, അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ്. സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ സിനിമയാണ്. സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ എന്ന് മാത്രം നോക്കിയിട്ടല്ല. സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരിക്കും. അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരും. അല്ലാതെ ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലുമ്പോൾ വയലൻസ് സിനിമ ഉണ്ടെങ്കിൽ നിങ്ങളാരും കാണില്ല. ആ സിനിമ നന്നായിരിക്കും. അപ്പൊ അതാണ്, അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിന് സ്വാധീനിക്കപ്പെടുന്നത്. ഇപ്പോ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന സിനിമകളൊക്കെ എന്റെ രാഷ്ട്രീയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ തന്ത്രപൂർവ്വം ആദ്യം ഞാനൊരു ഗംഭീര സിനിമ ഉണ്ടാക്കും. ആ സിനിമയിലൂടെ വളരെ വിദഗ്ധമായിട്ട് എനിക്ക് പറയണം. അല്ലാതെ ഇതാണ് എന്റെ രാഷ്ട്രീയ സിനിമയ്ക്ക് ആരും കാണില്ല. അപ്പോ നമ്മുടെ ചോദ്യം സിനിമയെ മാത്രം ഈ സാമൂഹ്യ മാറ്റത്തിൽ കുറ്റം പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ ലഹരിക്കെതിരെ സിനിമയെക്കാളൊക്കെ വലിയ മാഫിയാണ് ലഹരി മാഫിയ. എത്രയോ കോടികളാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് ലഹരി ഉണ്ട്. അപ്പോ അവരെയൊക്കെ സേവ് ചെയ്തുകൊണ്ട് സിനിമയെ മാത്രം തക്കി. ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നതാണ് മനുവിനോടൊപ്പം സഹകരിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷം. മനു ആഗ്രഹിച്ചത് അതാണ്. സോ ആ റിസൾട്ട് അവിടെ സംഭവിക്കുകയാണ്. റെസ്റ്റ് അല്ല, ഇറക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യം സിനിമയെ സംബന്ധിച്ച്. അതിന് ലാലേട്ടൻ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കമ്പനി ചെയ്തു തരുന്ന ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ വളരെ താല്പര്യം ഓർക്കുന്നു. എല്ലാ കാര്യങ്ങളും, എല്ലാ ആർട്ടിസ്റ്റും മറ്റത് ഒക്കെ മാറ്റി നിർത്തി നമുക്ക് ഈ സിനിമയുടെ ഒരു നല്ല റിലീസിനാണ് ഞങ്ങളെല്ലാവരും നോക്കി കാണുന്നത്. ഏപ്രിൽ 18 എന്നുള്ളത് വളരെ മനോഹരമായ ഒരു ഡേറ്റ്, ഒരു സിനിമയാണ്, ഒരു ഫിലിമാണ്. അപ്പം ആ ഡേറ്റിന് എല്ലാം പറഞ്ഞു ഈ സിനിമ നല്ലതാണെങ്കിൽ ഗംഭീരമായിട്ട് കൂടെ നിൽക്കുകയും എന്നാൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെ റൈറ്റ് രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉള്ള ഒരു ക്ഷമ നാൻസി റാണിയോട് കാണിക്കുന്നു. ബിക്കോസ് we are all standing for money and it is being an issue. സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. Thank you.